ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പടുതാക്കുളത്തിൽ വെള്ളമായോന്ന് നോക്കാൻ പോയതായിരുന്നു. അന്നേരം നിറയാറായില്ല, ആയി വരുന്നു. ഇത് 15 അടി സ്ക്വയറിലും 10 അടി താഴ്ചയിലുള്ളൊരു കുഴിയാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ വേനൽക്ക് ഏലം ഉണ്ടായിരുന്നു, പറമ്പിൽ ഏലമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം ഏലം ഉണ്ടായിരുന്നതാണേ. അപ്പോൾ ഈ വേനലിൻ്റെ കാഠിന്യം മൂലം എല്ലാം ഉണങ്ങിപ്പോയത്, ഏലം എല്ലാം പോയി. അപ്പം നമ്മളത് റീപ്ലാന്റ് ചെയ്യുക, എല്ലായിടത്തും വീണ്ടും ഏലം വെക്കാനായിട്ട് ഉള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്കത് എല്ലാം ഉണങ്ങിപ്പോയത്. അപ്പോൾ അതുകൊണ്ടാണ് പടുതാക്കുഴി കുത്തിയത്. അപ്പം അത് നോക്കാൻ പോയപ്പോൾ അതേ പറമ്പിലൊരു പേര ഉണ്ടായിരുന്നു. നമ്മൾ പകലൊന്നും വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഈ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതേ പേര നിറച്ചും പേരയ്ക്ക, അതും പഴുത്ത പേരയ്ക്ക. മഴ കാരണം വലിയ മധുരമൊന്നും കാണത്തില്ല, എങ്കിലും നല്ല പേരയ്ക്കയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ പേരയ്ക്ക പറിച്ചെടുത്തു. എല്ലാം പഴുത്ത പേരയ്ക്കാണേ. പിള്ളേർക്ക് വലിയ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ പിള്ളേർക്ക് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് പറമ്പിൽ കൂടെ ഒന്നും വന്ന് നോക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ കുറേ ചാടിപ്പോയി, പഴുത്ത് എല്ലാം വീണുപോയി. പിന്നെ കുറേ വാവൽ ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ കിട്ടാവുന്ന അത്യാവശ്യം പഴുത്ത എല്ലാ പേരയ്ക്കയും തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ പക്ഷെ വേനൽക്കാണെങ്കിൽ നല്ല മധുരമാണ് ഇതിന്. ഇപ്പം മഴ ആയതുകൊണ്ട് മധുരം കുറവാണ്. ഇതിനകം പിങ്ക് കളറിലുള്ളതാണേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉന്തുവണ്ടിയിലൊരു ചേട്ടൻ ഇങ്ങനത്തെ പേരയ്ക്ക കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കീറി മുളക് പൊടി ഉപ്പും ഇങ്ങനെ തേച്ചിട്ട് അത് അടച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ അന്നൊന്നും അത് നോക്കി വെള്ളം ഇറക്കി നിന്നിട്ടുള്ളൊരു കാലമൊക്കെ ഉണ്ട്. മേടിക്കാൻ പൈസയൊന്നും ഉണ്ടാവത്തില്ല. അപ്പം വേറെയുള്ള പിള്ളേർ മേടിച്ചിട്ട് നമുക്ക് തരും. എങ്കിലും അത് നമുക്ക് സ്വന്തമായിട്ട് മേടിച്ച് തിന്നണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. അപ്പം ഇന്നിപ്പം വേണ്ടല്ലോ നമുക്ക്. എന്നായാലും നമുക്കിഷ്ടം പോലെ പേരയ്ക്ക കിട്ടി. ഇത് കണ്ടില്ലേ, വാവൽ കടിച്ചതൊന്നും നമ്മൾ എടുക്കരുത്, കൊള്ളത്തില്ല. അപ്പോൾ ഒരു പാത്രം പേരയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് ഇത് കയ്യിൽ പേരയ്ക്ക, പേരയ്ക്ക തിന്നാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. കറിക്കകത്ത് ഇച്ചിരി എരിവ് കൂടിപ്പോയാൽ അവർ തിന്നത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ വലിയ ഇഷ്ടമാണ്, തിന്നോളും. മുളക് പൊടിയൊക്കെ ഇട്ട് തിന്നാൻ പോവാ. ഇഷ്ടപ്പെട്ടു.